സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിൽ പ്രതി പ്രവീൺ റാണയ്ക്കായി നാളെ പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. 10 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അതേസമയം പ്രവീൺ റാണ നൽകിയ ജാമ്യാപേക്ഷയും നാളെ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും. പ്രവീൺ റാണയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനാണ് തീരുമാനം. പ്രവീണിന്റെ 2 അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളും ഇയാളിൽ നിന്ന് ലഭിച്ച ലാപ്ടോപ്പും 6 ഹാർഡ് ഡിസ്കുകളും പോലീസ് സൈബർ വിഭാഗം പരിശോധിച്ചിരുന്നു. ബിനാമി ഇടപാടുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രവീൺ റാണയുടെയും ബിനാമികളുടെയും പേരിലുള്ള ഭൂമി ഇടപാടുകളെക്കുറിച്ചാണ് അന്വേഷണം നടത്തിവരുന്നത്. കേരളത്തിലും ബാംഗ്ലൂരിലുമായി വിവിധ സ്ഥലങ്ങളിൽ ഇയാളും ബിനാമികളും ചേർന്ന് ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. മഹാരാഷ്ട്രയിൽ വെൽനസ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിക്ഷേപം നടത്തിയതും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം പ്രവീൺ റാണ നൽകിയ ജാമ്യാപേക്ഷയും നാളെ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രവീൺ റാണ അറസ്റ്റിലായത്. കേരള വിഷൻ ന്യൂസ്